ലോകമെമ്പാടുമുള്ള ഗസൽ പ്രേമികളുടെ മനസ്സിൽ സുൽത്താനായിട്ട് വിരാജിക്കുന്ന മിർസ ഗാലിബ് ഈ ലോകത്തോട് വിട പറഞ്ഞ ദിവസമാണ് ഫെബ്രുവരി 15. അതുകൊണ്ട് തന്നെ ഫെബ്രുവരി 15 ദേശീയ ഉറുദു ദിനമായിട്ട് ആചരിക്കുന്നു. മുഗൾ ഭരണം ഭാരതത്തിന് നൽകിയ 3 അമൂല്യ സംഭാവനകളുണ്ട്. ഒന്ന് താജ്മഹൽ, മറ്റൊന്ന് ഉറുദു ഭാഷ, മൂന്നാമത്തേത് ലോകമറിയപ്പെടുന്ന മിർസ ഗാലിബ്. ജീവിതം കൊണ്ടും സാഹിത്യ രചനകൾ കൊണ്ടും മിർസ ഗാലിബ് തൻ്റെ കാലഘട്ടത്തിന് വളരെ മുമ്പേ നടന്നു. 7 വയസ്സ് തികയുന്നതിന് മുമ്പേ കവിതകൾ എഴുതി തുടങ്ങി. 11ാമത്തെ വയസ്സ് മുതൽ മുഷായിറകളിൽ പങ്കെടുക്കാൻ തുടങ്ങി. 25 വയസ്സ് തികയുന്നതിന് മുമ്പ് തന്നെ ഉത്തമമായിട്ടുള്ള പല രചനകളും വെളിച്ചം കണ്ടു തുടങ്ങി. 30 വയസ്സായപ്പോഴേക്കും ഉത്തരേന്ത്യൻ സമതല ഭൂമിയിൽ കാവ്യാനുഭവത്തിന്റെ കൊടുങ്കാറ്റ് അഴിച്ചുവിട്ടു. ഗാലിബിന്റെ ജീവിതം ഏറെ ദുരിതപൂർണമായിരുന്നു. ഏറെ ദുഃഖകരമായിട്ടുള്ള സാഹചര്യത്തിലൂടെയാണ് ഗാലിബ് കടന്നുപോയത്. 5ാമത്തെ വയസ്സിൽ തന്നെ പിതാവ് മരണപ്പെട്ടു. ഇളം പ്രായത്തിൽ വൈധവ്യം ഏറ്റുവാങ്ങേണ്ടി വന്ന മാതാവിന്റെ തപിക്കുന്ന ദുഃഖത്തിന്റെ തണലിലായിരുന്നു ഗാലിബിന്റെ ജീവിതം. ജന്മസിദ്ധമായ ബുദ്ധി കൂർമ്മത കൊണ്ടും കാവ്യസിദ്ധി കൊണ്ടും അദ്ദേഹം എല്ലാ പ്രതിസന്ധികളെയും മറികടന്നു. ഈ ദുരന്തങ്ങളെല്ലാം ശമിക്കാത്ത ദുഃഖമായിട്ട് ഗാലിബിന്റെ ജീവിതകാലം മുഴുവൻ പിന്തുടർന്നു കൊണ്ടേയിരുന്നു. ജീവിതത്തിലെ എല്ലാ വേദനകളെയും ചേർത്തു വെച്ച് അദ്ദേഹം മനോഹരമായിട്ടുള്ള കാവ്യാനുഭവങ്ങൾ ലോകത്തിന് സമ്മാനിച്ചു. അവസാനത്തെ മുഗൾ ചക്രവർത്തിയായിരുന്ന ബഹദൂർ ഷാ ജഫറിന്റെ കൊട്ടാരത്തിൽ നിന്നാണ് മിർസ ഗാലിബ് എന്ന കവിയുടെ ഉദയമുണ്ടാകുന്നത്. ഉറുദു ഭാഷയുടെ സൗന്ദര്യവും സൗരഭ്യവും പരത്തിക്കൊണ്ട് ഗാലിബ് ഉദയം ചെയ്തത് കൊട്ടാരത്തിലാണ്. ആ കൊട്ടാരത്തിലെ മുഷായിറയിൽ പങ്കെടുത്തുകൊണ്ട് മിർസ ഗാലിബ് ഇങ്ങനെ പാടുകയുണ്ടായി. നക്ഷ് ഫരിയാദി ഹെ കിസ്കി ഷൂഖിയെ തഹരീർ കാ കാഗസി ഹെ പെർഹൻ ഹർ പൈക്കറെ തസ്വീർ കാ. ആരുടെ അപക്വമായ ഭാവനക്കെതിരെയാണ് വരകൾ ഈ വിധം പരാതിപ്പെടുന്നത്? ചിത്രങ്ങളൊക്കെയും ഇന്ന് കടലാസു വസ്ത്രങ്ങളാണല്ലോ അണിഞ്ഞിരിക്കുന്നത്. ആദ്യമായിട്ടൊരു സദസ്സിന് മുന്നിൽ ഇത് അവതരിപ്പിച്ചപ്പോൾ സദസ്സിൽ നിന്ന് കാര്യമായ പ്രതികരണമൊന്നും ഉണ്ടായില്ല. സാധാരണ മുഷായിറകളിൽ നിന്ന് ഉയർന്നു വരുന്ന ശബ്ദമാണ് വാ 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 ശബ്ദം. ആ ഒരു പ്രതികരണം പോലും ഉണ്ടായില്ല. ഗാലിബ് തന്റെ അടുത്ത വരി ചൊല്ലി, കാവ കാവായെ സഖ്ത് ജാ നിഹായെ തൻഹായി ന പൂച്ച് സുബഹ് കർണ ഷാം കലാന ജൂഹെ ഷീർക്ക. ഏകാന്തതയുടെ മൂർച്ചയേറിയ മഴു ജീവന്റെ പേരിൽ ആഞ്ഞു പതിക്കുമ്പോൾ പകലണയും വരെ രാവിനെ നേരിടുന്നത് പാറയിൽ നിന്ന് പാലൊഴുക്കുന്നതിലും കഠിനമാണ്. പേർഷ്യയിലെയും ഉറുദുവിലെയും മികച്ച കവിയായിരിക്കെ തന്നെ ആ ഭാഷയിലെ ഏറ്റവും മികച്ച ഗദ്യകാരൻ കൂടിയായിരുന്നു മിർസ അസദുല്ലാ ഖാൻ ഗാലിബ്. ലോകം ഇന്നറിയപ്പെടുന്നത് ഗാലിബ് എന്ന പേരിലാണ്. ഗാലിബ് എന്ന തൂലിക നാമത്തിന് മുമ്പ് അസദ് എന്നായിരുന്നു അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്.